Hello guys, welcome to Graphics Tree. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2 വിത്തൗട്ട് ആംഗിൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. A line AB 75 mm has its end A 20 mm in front of VP and 25 mm above HP. The end AB is 65 mm in front of VP and 50 above HP. Draw the projection of the line and find inclination of the line with both reference plane of the projection. Also find length of the top view and front view and locate its traces. So ഈ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ആംഗിൾ തന്നിരിക്കുന്നത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ HY പ്ലെയിൻ വരച്ചു, പിന്നെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VPനെ HP പ്ലെയിനിൽ വരച്ചു, VPയിൽ 25 mm വരച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്തത് ഈ ലൈൻസിൻ്റെ നെയിം കൊടുക്കാം. ഇപ്പോൾ VPയിലുള്ള ലൈന് നമ്മൾ A' എന്നും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ലൈൻ A എന്നാണല്ലോ, AB എന്നാണല്ലോ ലൈൻ്റെ പേര്. അങ്ങനെ ഇത് A', ഇത് A. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ അതർ എൻഡ് B ഈ 65 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് 50 mm എബോവ് HP എന്നാണ്. ആയതിനാൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് 65 mm ഇൻ ഫ്രണ്ട് ഓഫ് VPയും 50 mm എബോവ് HPയും വരയ്ക്കാം. 65, ഇത് 50 mm എബോവ് HP. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം അതർ ആൻഡ് B 65 mm ഇൻ ഫ്രണ്ട് ഓഫ് VPയും 50 mm എബോവ് HP എന്നാണല്ലോ. പക്ഷേ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയില്ല. അത് ഞാൻ റാൻഡമായിട്ട് ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കുക. അതിനുശേഷം ഈ രണ്ട് പെർപെൻഡിക്കുലർ എൻഡിൽ നിന്നും HYക്ക് പാരലൽ ലൈൻ വരയ്ക്കണം. ഡാറ്റ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൂ ലെങ്ത് വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ കണ്ടുപിടിക്കണം. സോ നമ്മുടെ കോമ്പസിൽ 75 mm ഡിസ്റ്റൻസ് എടുത്ത് A' എന്ന ലൈനിൽ നിന്ന് ഇപ്പോൾ വരച്ച ഈ പാരലൽ ലൈൻ ഉണ്ടല്ലോ, അവിടേക്ക് ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഇതായിരിക്കും 75 mm, ഇതായിരിക്കും നമ്മുടെ ട്രൂ ലെങ്ത്. ഇത് കറക്റ്റ് 75 തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് നെയിം ചെയ്യാം B1'. ഇതേ രീതിയിൽ നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് വരച്ചു, ഇനി ടോപ്പ് വ്യൂവിലും ട്രൂ ലെങ്ത് വരയ്ക്കണം. സോ ഇതിനായി 75 mm എടുത്ത് എയിൽ നിന്ന് നമ്മുടെ ഈ ലൈനിലേക്ക്, നമ്മൾ ലാസ്റ്റ് 65 mm വരച്ച ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അത് രണ്ടും ജോയിൻ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂയുടെ ട്രൂ ലെങ്ത്. ഇത് നമുക്ക് നെയിം ചെയ്യാം B2 എന്ന്. നമ്മൾ 50 mm 65 എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ ലൈൻ B എന്നാണല്ലോ പറഞ്ഞത്. സോ ഈ B എന്ന് പറയുമ്പോൾ ഇത് B' ലൈൻ ആയിരിക്കും. ഇത് B' ലൈനും ഇത് Bയുടെ ലൈനും ആയിരിക്കും. അത് നമുക്ക് എവിടെയാണെന്ന്, നമുക്ക് ഈ ലൈനിൽ എവിടെയാണെന്ന് അറിയില്ല. അത് നമ്മൾ ഈ ട്രൂ ലെങ്ത് വെച്ചായിരിക്കും കണ്ടുപിടിക്കുക. ഇനി ട്രൂ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ A ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇതിന് നെയിം ചെയ്യാം, ഇതാണ് B1. ഇനി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഈ A എന്ന് ഇവിടെ ലൈൻ എടുത്ത് ഈ B1 ഒരു ആർക്ക് B2ലേക്ക് വരയ്ക്കണം. സോ ഇവിടെ ജോയിൻ ചെയ്തില്ലേ, ഈ ലൈൻ ജോയിൻ ചെയ്ത ഈ പോയിൻ്റ് ആയിരിക്കും B. ഇതായിരിക്കും നമ്മുടെ ടോപ്പ് വ്യൂ. അതാണ് പറഞ്ഞത് ഈ 65 mm ലൈൻ B ആയിരുന്നല്ലോ, ആണ് B. ഓക്കെ, ഈ പോയിൻ്റ് ഇവിടെയാണ് വരിക. ഇനി അടുത്തതായി B2 സ്ട്രെയിറ്റ്, ഇത് ട്രൂ ലെങ്ത് ആണല്ലോ, ഈ ട്രൂ ലെങ്ത്തിനെ A' ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ ലൈൻ്റെ പേരെന്താ? ഈ B2 എന്ന് ഇവിടേക്ക് വന്ന ലൈൻ്റെ പേര് B2'. ഇനി ഇവിടെ നിന്ന് B2' ഒരു ആർക്ക് B1'ക്ക് വരയ്ക്കുന്നു. ഈ പോയിൻ്റ് ആയിരിക്കും B'. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ നമുക്ക് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും കിട്ടി. ഇനി ഇതിൻ്റെ ഇൻക്ലിനേഷൻ നോക്കണം. നമ്മുടെ ട്രൂ ലെങ്ത്ത് ഈ A' ലൈനിക്ക് വയ്ക്കുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുക. അതേ രീതിയിൽ ഫ്രണ്ട് വ്യൂ ഒന്ന് A' വരുന്ന ആംഗിളാണ് ആൽഫ. അതിനുശേഷം നമ്മൾ ഇവിടെ ട്രൂ ലെങ്ത്ത്, ദാറ്റ് ഈസ് B2 തരുന്ന ആംഗിളിനെയാണ് ഫൈ എന്ന് പറയുക. ടോപ്പ് വ്യൂ തരുന്ന ആംഗിളിനെയാണ് ബീറ്റ എന്ന് പറയുക. ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ പ്രൊട്രാക്ടർ വെച്ച് നോക്കുമ്പോൾ തീറ്റ 20 ഡിഗ്രിയും
ആൽഫ 25 ഡിഗ്രിയും വരുന്നുണ്ട്. ഇതേ രീതിയിൽ ഇവിടെയും നോക്കാം. ഇവിടെ 536 ഡിഗ്രിയും ബീറ്റ 40 ഡിഗ്രിയും വരുന്നത്. ഓരോരുത്തർക്കും ചിലപ്പോൾ ആംഗിളെല്ലാം ചെറിയ വേരിയേഷൻ ഉണ്ടാകും. എനിക്കിങ്ങനെ കിട്ടിയത്. ടോപ്പ് വ്യൂയുടെ ഫ്രണ്ട് വ്യൂയുടെ ഡിസ്റ്റൻസ് ലെങ്ത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ട്രേസിന് വേണ്ടി ഫ്രണ്ട് വ്യൂവിന് XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇവിടെ ഞാൻ സ്കെയിൽ വെച്ച് ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതായിരിക്കും HT'. എന്താ വെച്ചാൽ ഇത് നമ്മുടെ VPയിലാണ് ഉള്ളത്. അത് കാരണം നമ്മളിങ്ങനെ എഴുതുന്നത്. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഇനി ഈ ടോപ്പ് വ്യൂവിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഹൊറിസോണ്ടൽ ട്രേസ് നമ്മളിപ്പോൾ വരച്ച പെർപെൻഡിക്കുലർ ലൈനിലേക്ക് ജോയിൻ ചെയ്യുക. ഇതായിരിക്കും HT. ഇനി വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ടോപ്പ് വ്യൂ ഉണ്ടല്ലോ, ഇതിന് XY ലൈൻ എവിടെയാണോ ടച്ച് ചെയ്യണത് ഇതായിരിക്കും വെർട്ടിക്കൽ ട്രേസ്. ഇനി ഇവിടെ നമുക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. ഇനി ഈ ഫ്രണ്ട് വ്യൂ ഈ പെർപെൻഡിക്കുലർ ലൈൻ ദാറ്റ് ഈസ് വെർട്ടിക്കൽ ട്രേസ് എന്ന് വരച്ച ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ഇതായിരിക്കും VT'. ഇവിടെ എഴുതിയ പോലെ ഇതൊന്നും ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റർ എന്ന് മാത്രം എഴുതി ഈ പിക്ചേഴ്സ് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയത്. പിന്നെ എപ്പോഴും A', B', വെർട്ടിക്കൽ ട്രേസ് ഡാഷും ഹൊറിസോണ്ടൽ ട്രീ ഡാഷും എല്ലാം സെയിം ലൈനിലായിരിക്കും. അതേപോലെ AB വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും സെയിം ലൈനിലായിരിക്കും വരിക. ഇത് ഒരു ട്രിക്ക് തന്നെയാണ് നമ്മൾ ലൈൻ ശരിയായി എന്ന് കൺഫേം ചെയ്യാൻ.